തിറകളുടെയും തറകളുടെയും നാട്ടിൽ കൗമാരകളിയുടെ കളിയരങ്ങുണർന്നു. രാവിലെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പതാക ഉയർത്തിയതോടെ കണ്ണൂരിൽ 57ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി. വൈകിട്ട് 4 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. പ്രധാന വേദിയിൽ നിന്ന് റാഹിസ് റഷീദ്. കലയുടെ ഒരു പൊട്ടിപൂരം നടക്കുന്ന വേദിയാണിത്. എല്ലാവിധ ഒരുക്കങ്ങളും തന്നെ പൂർത്തിയാക്കി 6 നില പന്തൽ, ഗംഭീരമായൊരു പന്തലാണ് സംഘാടകർ ഒരുക്കിയിരിക്കുന്നത്. 57ാമത്തെ കലോത്സവത്തെ ഓർമ്മിപ്പിച്ച് 57 അധ്യാപകരാണ് സ്വാഗതഗാനം പാടുന്നത്. സ്വാഗതഗാനത്തിന് കൊഴുപ്പാകാൻ 100ഓളം കലാകാരന്മാർ അണിനിരക്കുന്ന ദൃശ്യാവിഷ്കാരം ഉണ്ടാകും. പക്ഷേ ഇപ്പം ഇവിടുത്തെക്കാൾ പ്രസക്തമായൊരു സ്ഥലം ഘോഷയാത്ര നടക്കുന്ന സ്ഥലമാണ്. അവിടുന്ന് കൂടുതൽ നല്ല വിവരങ്ങളുമായി മുഹാജിർ നമുക്കൊപ്പം ഉണ്ട്. ഓക്കെ, കണ്ണൂർ കന്റോൺമെന്റ് പരിസരത്തുള്ള സെന്റ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ആണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്നാണ് കലോത്സവത്തിന്റെ ഘോഷയാത്ര തുടങ്ങുക. 5000ഓളം വിദ്യാർത്ഥികളാണ് ഈ കലോത്സവ ഘോഷയാത്രയിൽ അണിനിരക്കുക. കണ്ണൂരിന്റെയും കേരളത്തിന്റെയും തനത് കലാ സാംസ്കാരിക പൈതൃകങ്ങൾ വിളിച്ചോതുന്ന കോട്ടുകൾ ഉണ്ടാകും. വിവിധ നൃത്യങ്ങളുടെ രൂപങ്ങൾ ഉണ്ടാകും. ഉച്ചയ്ക്ക് 2 മണിക്ക് IG ദിനേന്ദ്ര കശ്യപും ഗായിക സൈനോരയും ചേർന്നാണ് ഈ ഘോഷയാത്രയുടെ ഫ്ലാഗ് ഓഫ് നിർവഹിക്കുന്നത്. ഇനി ഊട്ടുപുരയിൽ നിന്നുള്ള കലവറയിൽ നിന്നുള്ള വിശേഷങ്ങൾ പങ്കുവയ്ക്കുവാൻ സൈഫുദ്ദീൻ അവിടെ കാത്തിരിക്കും. വേദികളെല്ലാം ഉണരുന്നതിന് മുമ്പേ ഊട്ടുപുര ഉണർന്നു കഴിഞ്ഞു. വിഭവങ്ങളെല്ലാം റെഡിയാണ്, വന്ന് കഴിച്ചാൽ മാത്രം മതി. ഇതേപോലെ തന്നെയാണ് മീഡിയ വണ്ണിൻ്റെ പവലിയനും. എല്ലാ വിഭവങ്ങളോടും കൂടി പവലിയനും ഒരുങ്ങിക്കഴിഞ്ഞു. അവിടെ ഗോപികൃഷ്ണനുണ്ട്. കലാ സാംസ്കാരിക പാരമ്പര്യത്തിന്റെ മഹനീയ തനിമ അവകാശപ്പെടാവുന്ന കണ്ണൂരിലേക്ക് ഒരു പതിറ്റാണ്ടിന് ശേഷം കലോത്സവം വിരുന്നെത്തുമ്പോൾ പെരും കലയാട്ടത്തിന്റെ സർവ്വവിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്കൊപ്പം